വണ്ടി ഇടിക്കല്ലേ. പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് കഴിയണം. എവിടെ നിന്നായിരുന്നു അത്? അവിടെയാണോ? അയാളോട് പറയണം കിട്ടിയപ്പോ തന്നെ പോയെന്ന്. ഞാൻ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഭയങ്കര പാവമാണ്. ഞങ്ങൾ രണ്ടിലും എല്ലാവരുടെയും പെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻസുവാണ്. അതെപ്പോഴും അങ്ങനെയാണ്. അവളെയാണ് ഞങ്ങൾ കുടുംബത്തിലോട്ട് അയക്കുകയാണ്. അച്ചാച്ചൻ പുള്ളിക്കാരി ഭയങ്കര ഫ്രണ്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരുടെ എറൗണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാന് വിഷമം ഉണ്ടെങ്കിൽ തന്നെ അത് ഓർക്കത്ത് പോലും ഇല്ല. ആ ഒരു അവസ്ഥയാണ്. നിങ്ങൾക്ക് ചെറുക്കനെ അറിയാവോ? ഇല്ലെങ്കിൽ പറയുന്നുള്ളൂ. അറിയത്തില്ല. ഇതുപോലെ നല്ലൊരു ചെറുക്കൻ. ഞാൻ കരഞ്ഞെന്ന് ആരോട് പറയില്ല കേട്ടോ. ഞങ്ങൾ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ കാണാറുള്ളൂ. പക്ഷെ പക്ഷെ മറ്റുള്ള സിസ്റ്റേഴ്സ് നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ബോണ്ടാണ്. ഞങ്ങൾ തമ്മിൽ ആവശ്യമില്ലാതെ ഒരു വഴക്കോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നെ മേക്ക് പൊലിച്ചു പോകും കേട്ടോ. ഞങ്ങൾ പണ്ട് സ്കൂൾ ഫ്രണ്ട്സ് ആയിരുന്നു. അതിനുശേഷം പിന്നെ നോ കോണ്ടാക്ട്സ്. അത് 7 തൊട്ട് 10 വരെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ സിംഗപ്പൂരിൽ വെച്ച് കണ്ടു. പക്ഷെ ആ സമയത്ത് റിലേഷനോട്ടൊന്നും പോയില്ല. മീൻസ് കല്യാണമൊക്കെ നോക്കുന്നതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ എന്ന് വിചാരിച്ച്. പിന്നെ രണ്ടുപേരും ഒരേ സ്ഥലത്താണല്ലോ, അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് കല്യാണത്തിനെ കുറിച്ച് നല്ല ടെൻഷനുണ്ട്. ഒന്ന് കഴിഞ്ഞ് കിട്ടണോ. അതിൻ്റെ കൂടെ മഴയാണ്. ചെറുക്കൻ നല്ലൊരു ചെറുക്കനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. Its peace with memories of life begun. Would you hold my hand? Would you hold my hand? Just hold my hand. പ്ലാനിങ് കല്യാണം നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അടിച്ചു പൊളിക്കുന്നതായിരിക്കും. അവരുടെ ഒരു ബെസ്റ്റ് മൊമെൻ്റ് ആയിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ടു മൈ സിസ്റ്റർ ആൻഡ് അലക്സിസ്. അച്ഛനാണെങ്കിലും പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലിയാണ്. എനിക്കങ്ങനെ ഒരു വർഷമായിട്ട് എനിക്ക് പരിചയമുണ്ട് അച്ഛനെ. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനെ എന്താ പറയുന്നത്, നമ്മുടെ ഫാമിലിയുടെ പുറത്തുനിന്ന് അല്ലെങ്കിൽ ഒരു ബ്രദർ ഇൻ ലോ എന്നല്ല, എൻ്റെ ബ്രദറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പം ഞാൻ ബാംഗ്ലൂരായിരിക്കുന്ന സമയത്താണെങ്കിലും പുള്ളിക്കാരൻ എന്നെക്കുറിച്ച് അന്വേഷിക്കുകയും ഭയങ്കര പുള്ളി എൻ്റെ ബ്രദർ തന്നെയാണ് ആക്ച്വലി അവർക്ക് ഇത്ര ലേറ്റായിട്ടാണെങ്കിലും പുള്ളിക്കാരി നല്ലൊരു സോൾമേറ്റിനെ തന്നെ കണ്ടുപിടിച്ചോള്.